ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദിനി ആണെങ്കിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരു ചിട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലാകെപ്പാടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിലും വിനയനും നന്ദിനിയും അവർ ഉണ്ടാക്കുന്ന കാശ് മറ്റൊന്നിനും ചിലവാക്കാതെ അവർ രഹസ്യമായിട്ട് ചിട്ടിയൊക്കെ കൂടുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ഒക്കെ മാറ്റി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് ഒരു ചേച്ചി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നന്ദിനി മേഡം, നന്ദിനി മോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ അയ്യോ ഇത് അവരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിത്തുള്ളി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന കാഴ്ചയൊക്കെ വേദ കാണുകയാണ് കേട്ടോ. വേദ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവരെന്തേ കാണിക്കുന്നതെന്ന്. ഇങ്ങനെ പൈസയൊക്കെ എടുത്തിട്ട് അവരുടെ കയ്യിൽ പിടിച്ചിങ്ങനെ കൊടുക്കാൻ നേരത്ത് പൈസ ഇങ്ങനെ നന്ദിനിയുടെ കയ്യിൽ നിന്ന് താഴെ പോകുന്നുണ്ട് കേട്ടോ. വേദ വന്ന് ആ പൈസ എടുത്ത് കൊടുക്കുമ്പോഴേക്കും നന്ദിനി ഇങ്ങനെ പേടിയോടുകൂടി വേദയെ നോക്കുകയാണ്. മറ്റാരും അറിയാതെ ആയിട്ടാണല്ലോ ഇതൊക്കെ നന്ദിനി ചെയ്യുന്നത്. അങ്ങനെ ഇത് പൈസയൊക്കെ കൊടുത്തിട്ട് അവൾ ചോദിക്കുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്. അങ്ങനെ നന്ദിനി പറയുമ്പോഴേക്കും അയ്യോ മോളെ, ഞാൻ ഫോൺ വിളിച്ചിരുന്നു, മോള് ഫോൺ എടുത്തില്ല, പിന്നെ അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് വന്നേ, സോറി മോളെ എന്ന് പറഞ്ഞിട്ട് ആശ്രീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. നന്ദിനി വന്നിട്ട് വേദയോട് പറയുകയാണ്, പിന്നെ അത് വേദ നീ ആ ചേച്ചീനെ അറിയോ, ചേച്ചി എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഏയ് ഒന്നുമില്ല. അപ്പോൾ വേദ ഇങ്ങനെ നന്ദിനിനെ നോക്കുന്നുണ്ട് കേട്ടോ. അല്ല നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ നോക്കിയില്ലല്ലോ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നന്ദിനിക്ക് ഇങ്ങനെ ഒരു വെപ്രാളമാവുന്നുണ്ട്. ഇവളിനി ആരോടെങ്കിലും പറയുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വീണ്ടും വേദയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വേദ അപ്പോൾ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഏയ് ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദിനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇവള് കള്ളിയെല്ലാം വെളിച്ചത്താകുമോ, ഇവളിത് ആരോടെങ്കിലും പറയുമോ, ഇത് വേറൊന്നുമല്ല ഞാനൊരു ചിട്ടി കൂടിയിട്ടുണ്ട് അതാ എന്നിങ്ങനെ നന്ദിനി വേദയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആഹാ അത് നല്ല കാര്യമല്ലേ, സേവിങ്സ് ഒക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെ വേണം. ആ ശരി എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് പിന്നെ വേദ ഇങ്ങനെ നിന്ന് പരുങ്ങുകയാണ് കേട്ടോ നന്ദിനി. അപ്പോൾ വേദ ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ ആയല്ലോ ചേച്ചി ഇങ്ങനെ നിന്ന് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്, എന്താ ഇവിടെ ഇതാ ആരും അറിയാത്ത ചിട്ടിയാണോ എന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി പറയാണ്, ആ അതെ ഇത് വേറെ ആരും അറിയരുത്, മോക്ക് വേദ ആരോടും പറയരുതെന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി ഞാൻ ഇത് ആരോടും പറയില്ല, എൻ്റെ വാക്ക, ഞാനായിട്ട് ആരോടും നിൽക്കുന്നില്ല, സമ്പാദ്യശീലം അത് നല്ലത് തന്നെയല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും ചുറ്റുമുള്ളവരും നല്ല രീതിക്കാണോ എന്ന് നോക്കിയിട്ട് വേണം സമ്പാദിക്കാൻ ആരംഭിക്കാൻ, അല്ലാതെ മറ്റുള്ളവർക്ക് ഒന്നും കിട്ടാതെ സമ്പാദിച്ചു വെച്ച് കൂട്ടിയിട്ട് കാര്യമൊന്നും ഇല്ല എന്നിങ്ങനെ വേദ പറയുമ്പോഴേക്കും ഓ അവളുടെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നന്ദിനി ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. വേദ ആണെങ്കിൽ എന്തൊരു ജന്മമാണോ ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീജ വരുന്നുണ്ട്. വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവിടെ ആരോ വിളിച്ചതുപോലെ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് ശ്രീജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേ വേദ പറയുകയാണ്, ഏയ് അതൊന്നുമില്ല, നന്ദിനി ചേച്ചി ഇറങ്ങി വന്നെന്ന് പറയുന്നുണ്ട്. ആണോ, എന്നിട്ട് വന്നിട്ട് അവരെന്തേലും പറഞ്ഞോ എന്നിങ്ങനെ ശ്രീജ ചോദിക്കുമ്പോഴേക്കും ഏയ് ഇല്ല ഒന്നും പറഞ്ഞില്ല, അവരങ്ങ് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീജ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ സന്ധ്യയാവുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിക്രം വരുന്നുണ്ട് കേട്ടോ. വിക്രം വരുന്ന സമയത്ത് ശ്രീജേച്ചി ചായ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. വന്നപാടെ ശ്രീജ അവിടെ നിന്ന് ചായ ഉണ്ടാക്കിയാണ്. അപ്പോൾ അവൻ വന്നിട്ട് വേദയുടെ അടുത്ത് കസേരയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ വേദ ഇങ്ങനെ തറയിലിരിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ആഹാ ഈ ഇരിപ്പ് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഒരു സ്വാമിമാരൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെയുണ്ട് കാണാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു യക്ഷിയുള്ളത് അകത്ത് ഉള്ളത് നല്ല കാര്യമല്ലേ എന്നിങ്ങനെ വേദയും പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. പുറത്തു നിന്ന് ഒരു യക്ഷിയും ഇങ്ങോട്ടേക്ക് കയറില്ലെന്ന് പറയുമ്പോഴേക്കും ശ്രീജ ഇങ്ങനെ ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ വിക്രം, എന്തിനാ നീ ആ കുട്ടിയെ വെറുതെ കളിയാക്കുന്നേ? അതെ ഞാൻ കളിയാക്കിയതല്ലേ ചേച്ചി ഒന്ന് നോക്കി, ഒരു യക്ഷി ഇരിക്കുന്ന പോലെ തന്നെയില്ലേ, അഴിച്ചിട്ട് മുടിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് വീട്ടിലിങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, അത് പിന്നെ അവൾക്ക് അവിടെ ഇരിക്കുന്നതാ ഇഷ്ടം, അതാണല്ലോ അവൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം, അതുകൊണ്ടല്ലേ ആ കുട്ടി അവിടെ ഇരിക്കുന്നതെന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ.
ഈ സമയത്ത് ഇവക്ക് കൊട്ടാരം പോലെ ഒരു വീടുള്ളതല്ലേ, എന്നിട്ട് ഇവിടെ വന്ന് ഈ തറയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാ? എന്തിൻ്റെ പേരിലാ? ഈ റൗഡിയെ കല്യാണം കഴിക്കാനോ? നല്ല കാര്യമായി. ഒരു റൗഡിയുടെ കൂടെ ജീവിക്കാനൊന്നും എൻ്റെ മോൾ ഒരിക്കലും കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. അത് വേറൊന്നും കണ്ടല്ല, നിന്റെ ജീവിതം വെറുതെ പട്ടിണി അവസ്ഥയിലാകും. അതുകൊണ്ട് തന്നെയാ എന്ന് പറഞ്ഞിട്ട് നല്ല ചായ എന്നും പറഞ്ഞിട്ട് വിക്രം ചായ കുടിച്ചോണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീജ വന്ന് പറയുന്നുണ്ട്, അവൻ പറഞ്ഞതിലും ശരിയുണ്ട് മോളെ. ഈ കുടുംബത്തിലേക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. മോള് അവൻ്റെ സ്വഭാവം മോൾക്കറിയാലോ. കൈയും കാലും ഒക്കെ ആൾക്കാരെ വെട്ടാൻ നടക്കുന്നവനാ. അവൻ്റെയൊക്കെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവൻ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് നടക്കുന്നത്. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യം എന്താ? അവനെ സ്നേഹിച്ച് ഇപ്പോൾ പുറകെ നടക്കുന്ന രാധയില്ലേ അവൾ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുമെന്ന്, അവൾക്ക് വട്ട. അവൾ കുഞ്ഞുനാൾ മുമ്പ് തൊട്ട് ഇവനെ കാണുന്നതല്ലേ. ആ ഒരു പൂതിയ. അതുമാത്രമല്ല അവൻ്റെ ഒരു സ്റ്റൈലും അവൻ്റെ ഫാഷനും ഒക്കെ ഈ റൗഡീസോ ഒക്കെ കണ്ടിട്ട് അവൾക്കെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ടാ രാധ പിന്നാലെ നടക്കുന്നത്. രാധയ്ക്ക് ശരിക്കും വിക്രമിനെ ഇഷ്ടമായിരുന്നോ എന്നിങ്ങനെ വീണ്ടും ശ്രീജയോട് എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുകയാണ്, പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ തൊട്ടേ അവർ ഭയങ്കര കളിക്കൂട്ടുകാരായിരുന്നു. ഇന്നേ വരെ വിക്രം അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. എന്നാലും വിവാഹം കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ പുറകെ നടക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും വിക്രം മൈൻഡ് ചെയ്യാറ് പോലും ഇല്ലെന്ന് ശ്രീജ ഇങ്ങനെ പറയുമ്പോഴേക്കും വേദ ഒരു ആശ്വാസം എന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ പറയുകയാണ്, അന്നാ എൻ്റെ മെഹന്തിയും അതുപോലെ വിവാഹ ഫംഗ്ഷനും എല്ലാം കഴിഞ്ഞതാ. വിവാഹം വരെ നടക്കേണ്ടതായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചേച്ചി, പിന്നെ എനിക്ക് താഴെ ഒരു വിശ്വാസമുണ്ട്. എനിക്ക് താലിയിൽ നല്ല വിശ്വാസമാണ്. എനിക്കൊരിക്കലും സെറ്റാവില്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് പോലും ഞാൻ വന്നത് ഈ ഒരു താലിയുടെ മഹത്വം ഓർത്തിട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ശ്രീജ പറയുന്നുണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും മോളുടെ തലയിൽ കയറാൻ പോകുന്നില്ല. ഇവിടെ ഇത്രയും പേര് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് മോളുടെ തലയിൽ കയറുന്നുണ്ടോ? ഈ കൊതുകുകടിയും കൊണ്ട് ഈ തറയിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊട്ടാരത്തിൽ പോയി AC മുറിയിൽ കിടന്നൂടെ? ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് സന്തോഷത്തോടെ ജീവിക്കണ്ടേ മോളെ എന്നൊക്കെ ഇങ്ങനെ ശ്രീജ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഈ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് ഞാൻ മറ്റൊരാളുടെ കൂടെ പോയി ജീവിച്ചാൽ എനിക്ക് ഒരു കാലത്തും ചേച്ചി പറഞ്ഞ മനസ്സമാധാനമൊന്നും കിട്ടില്ല. ചേച്ചി മനസ്സിൽ അപ്പോഴും എൻ്റെ ഭർത്താവ് വിക്രം ആണല്ലോ എന്നൊരു വിങ്ങൽ തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ആരെ കൊണ്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ ഇങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശ്രീജേച്ചി എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനെന്താ, ഇപ്പം ഞാൻ എടുത്ത് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീജ അകത്തേക്ക് പോവുകയാണ്. ശ്രീജ അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, രാത്രിയിൽ പാലും ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കുടിച്ച് കിടക്കുന്ന പെൺകുട്ടിയാണ്. അവളുടെ ഒരു ഗതികേടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് വേദ ഇങ്ങനെ മനസ്സിലിരുന്ന് ചിന്തിക്കുകയാണ്, മുത്തശ്ശിയാണെങ്കിൽ ഞാൻ കിടന്നു കഴിയുമ്പോൾ എൻ്റെ കട്ടിലിന് ചുറ്റും വന്ന് തലകണിയൊക്കെ ഇങ്ങനെ അടുത്ത് വെക്കും. ഞാൻ വലുതായിട്ടും വീഴുമോ എന്നുള്ള പേടിയാണ് മുത്തശ്ശിക്ക്. അങ്ങനെ ഓർത്തുകൊണ്ട് വേദയ്ക്ക് ഇങ്ങനെ മുത്തശ്ശീനെയും വീട്ടുകാരെയൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളും ഒക്കെ പഴങ്കഥകളൊക്കെ ഒരുപാട് മനസ്സിൽ കൂടി മിന്നി മറിഞ്ഞുകൊണ്ട് തന്നെ ആ താലി ഇങ്ങനെ എടുത്തു നോക്കിയ ശേഷം വേദ അവിടെ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ വേദ എഴുന്നേറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ സമയം വിക്രം പുറത്തേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായിരിക്കുന്ന വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ കുളി കഴിഞ്ഞിറങ്ങി വരുന്ന നല്ല സുന്ദരി കുട്ടിയായിട്ട് വരുന്ന നമ്മുടെ വേദേനെയാണ് കേട്ടോ. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ കുളിച്ച് വരുന്നത് കണ്ട് കണ്ണെടുക്കാനാവാതെ നമ്മുടെ വിക്രം നോക്കി നിൽക്കുകയാണ്.